ആ ഒരു വ്യക്തി എന്ന ടൈമിൽ ഞാനൊക്കെ ലൈവൊക്കെ ചെയ്യണം. പക്ഷെ റീലടെ എല്ലാം പോയടാ, അതങ്ങ് ഇല്ലാതായി പോയപ്പോൾ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ മൂടില്ല. ആ വർക്കിന് പോയി വീട്ടിൽ കടന്നു പറഞ്ഞു. അവിടെ നിങ്ങൾ ആർക്കും ഓവർ പ്രയോറിറ്റി കൊടുക്കാൻ പോകണ്ട. ഞാൻ ഇപ്പോഴും നമ്മളെ ഗ്രൂപ്പിൽ ഞാൻ പറയാറുണ്ട്, എടാ എനിക്ക് അവളെ ഇഷ്ടമാണ്, എനിക്ക് അവളെയാണ് പറ്റുമോ, വേറൊരു പെണ്ണിനാകാളിൽ കാണാൻ പറ്റില്ല അല്ലേ പറ. ഹായ് ഗായ്സ്, അപ്പോൾ കുറച്ച് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഒരു ചെറിയ ചാനലാണ് ടെക് ഫോർ വന്നത്. അപ്പോൾ അതിൽ ഞാൻ ചെറിയ കാര്യങ്ങൾ ചെറിയ ലൈവ് കിട്ടി ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഒരു വ്യക്തിയായിരുന്നു, ഒരു ടൈമിൽ പെട്ടെന്ന് എല്ലാം അങ്ങോട്ട് ഇല്ലാതായിപ്പോയി. അപ്പോൾ അതിൻ്റെ കുറച്ച് റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ ഒന്ന് പറയാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങളൊക്കെ അല്ലേ എൻ്റെ ലൈവ് കണ്ടന്റ് ഇതൊരു സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞത് ഞാനടുത്ത് പറയാനാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം പറയാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എന്ത് പറയണ കാര്യത്തില്ല. അപ്പോൾ അങ്ങനെ വന്നത് ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ കാര്യങ്ങൾ തുറന്ന് പറയാം. അപ്പോൾ കുറേ ആൾ ചോദിച്ചു കമന്റ് ബോക്സിലേക്ക് എന്താ പ്രശ്നം, ലൈവ് ഒന്നും ഇല്ല, എന്താ സംഭവമൊക്കെ. അവിടെ ഇതൊക്കെയാണ് റീസൺ, ഞാൻ പറയാം. ഓക്കെ, ഒന്ന് സെറ്റ് ആയിട്ട് വരുന്നു. ഓക്കെ എടാ, റീസൺ എന്താ വെച്ചാൽ ഞാൻ പറയാം. എടാ റിലേഷൻ എടാ, റിലേഷൻ കാരണമാണ് ഞാൻ മൊത്തത്തിൽ അങ്ങനെ ഡൗൺ ആയി പോയത്. എടാ എൻ്റെ ലൈവ് കണ്ട മാക്സിമം ആൾക്കാർക്ക് അറിയാം, അവിടെ എൻ്റെ റിലേഷൻ അത്രയ്ക്ക് ഡീപ്പായിരുന്നു. കാരണം ഞാനും അവൾ നിങ്ങൾക്കറിയാം അത് അടിപൊളിയായിരുന്നു. പക്ഷെ ഒരു ടൈമിൽ ആള് എന്താണ് ആ ആള് പറയാതെ അങ്ങനെ ഇട്ടേച്ച് പോയി. ഒരു റീസണൊന്നുമില്ല. വീട്ടിൽ പിടിച്ച് അവിടെ ഞാൻ ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ ആള് പിന്നെ ഞാൻ കണ്ടില്ല. പക്ഷെ ഞാൻ കുറേ വെയിറ്റ് ചെയ്ത്. എടാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു വ്യക്തി ഉണ്ടാകുന്ന ടൈമിൽ ലൈവൊക്കെ അടിപൊളിയായിരുന്നു. ലൈവിൽ ചിരിയും കളിയൊക്കെ ഇട്ട് രസമുള്ള ലൈവായിരുന്നു. എന്തൊക്കെ കളിച്ചു കൂട്ടിയായിരുന്നു. ഞാനൊക്കെ ആ ഡേ കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും എൻജോയ് ചെയ്ത ഡേ അതായിരുന്നു ഗൈസ്. ബട്ട് ഇപ്പം എനിക്ക് ആ ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ നമുക്ക് ആ ലൈവ് ഇരിക്കും, നമുക്ക് കഴിഞ്ഞ പോയ മെമ്മറീസൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. അപ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ സിറ്റുവേഷൻ ഉണ്ടാകും. അതൊക്കെ ഞാൻ മാക്സിമം ലൈവ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചത് തന്നെ, അല്ലാതെ ഞാൻ ഒരിക്കലും ചാനൽ ഇട്ട് പോയതല്ല. ഇൻഷാല്ലാ ഇൻ കേസ് ഞാനത് റിക്കവറായിട്ട് വരുന്നതായിരിക്കും. വെയിറ്റ് കേസ് ഞാൻ തിരിച്ചു വരും, നമുക്ക് നോക്കാം. അതൊക്കെയാണ്. പക്ഷെ എടാ സങ്കടമുണ്ട്, പക്ഷെ പറഞ്ഞാലേ പറ്റത്തുള്ളൂ. എടാ അതെങ്ങനെ ഇവനിപ്പോൾ ചിരിച്ച് കളിച്ചിട്ടുണ്ടോ, ഇവന് വല്ല വ്ളോഗൊക്കെ ഇടുന്നുണ്ട്. എടാ വ്ളോഗൊക്കെ ഇടാണ്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ വീട്ടിൽ കുത്തിയിരുന്നു ഞാൻ ഇല്ലാണ്ടായിരിക്കും. പക്ഷെ ലൈവ് ഇടുമ്പോൾ അതങ്ങനെ ലൈവ് ഇടുമ്പോൾ അത് വേറെ തന്നെ ഫീലാണ്. കാരണം ആ ഒരു വ്യക്തി ആ ടൈമിൽ കളിച്ച പോലെ അല്ലല്ലോ ലൈവിൽ. ഇപ്പോൾ അതെന്താ പോലെ അത്രേ ഉള്ളൂ. അതാ പിന്നെന്താ വെച്ചാൽ എൻ്റെ ഉമ്മ സത്യം ഞാൻ ഒരിക്കലും ഓളെ ടൈം പാസ്സായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ലൈഫിൽ ഞാൻ ഇതുവരെ ടൈം പാസ്സായിട്ട് കണ്ടിട്ട്. പക്ഷേ എടാ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ പറയാടാ, ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ വരാത്തവർക്ക് മെസ്സേജ് അയക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറയാം. അതൊന്നും പ്രശ്നമില്ല പറഞ്ഞത്. പക്ഷെ ഇത് പറയാതെ എടാ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയാൾ പിന്നെ കാണുന്നില്ല. അപ്പോൾ അവിടെ ഓക്കെ ആണ്. ഇപ്പോൾ ഒന്ന് പോയാൽ വേറെ നമുക്ക് കുറേ കളിക്കണം. പക്ഷെ എല്ലാവരുടെ പോലെ അല്ലാടോ, എല്ലാവരുടെ ലൈഫ് അങ്ങനെയാടാ. ഇവിടെ ഡീപ്പായി സ്നേഹിച്ച പിന്നെ അവരൊരിക്കലും വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്ര സിറ്റുവേഷനായി പോയി. കാരണം എൻ്റെ ലൈഫിലാണ് അങ്ങനെ കണ്ട ഒരാൾ മാത്രം അവൾ മാത്രമേ അങ്ങനെ വേറെ അങ്ങനെ കാണാൻ പറ്റില്ല ആ ഒരു കണ്ണിൽ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെയാണ് റീസൺ പറഞ്ഞെങ്കിൽ പറഞ്ഞിട്ട് പോവാ എടാ ഇങ്ങനെ പറ്റാതുകൊണ്ടാണ്. പക്ഷെ അവൾ ഇപ്പോൾ വന്നതിന് പക്ഷെ ഒരിക്കലും അവൾ വേണ്ടായിട്ട് പോയിട്ടേ കഴിച്ചു. പക്ഷെ വീട്ടിൽ പിടിച്ചോണ്ടായിരിക്കാം, ബിക്കോസ് എനിക്കറിയില്ല. അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് കഴിച്ച റീസൺ പറഞ്ഞെങ്കിൽ അത്രേ ഉള്ളൂ. ഇൻഷാല്ലാ ചിലപ്പോൾ ഈ വീഡിയോ അവൾ എപ്പോഴെങ്കിലും കാണുമായിരിക്കും. മുത്തേ ഞാൻ ഒരിക്കലും ആ മുമ്പത്തെ സ്നേഹമൊന്നും മറന്നിട്ടില്ല, ഇപ്പം എൻ്റെ മനസ്സിലുണ്ട്. എടാ എന്തിൻ്റെ പേരിലാണ് അവിടെ ഞാൻ തെറ്റ് പോയത്. ഞാൻ തെറ്റിയടാ, എന്ത് രസമായിട്ട് പോകുന്ന ലൈഫാണ്. അതങ്ങ് ഇല്ലാതായി പോയപ്പോൾ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ മൂടില്ല. ആ വർക്കിന് പോയി വീട്ടുകാർ കടന്നുറങ്ങി, ലൈവും ഇല്ല. നീ അത്രയും പ്രയോറിറ്റി കൊടുത്തിട്ട് ആൾ നിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ അവസാനം നീ ഇരുന്ന് കരയേണ്ടി വരും. ആ കരച്ചിൽ അത് സഹിക്കാൻ പറ്റില്ല. അത് ഈ ഡീപ്പായിട്ടുള്ള വർക്കൊക്കെ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ ടൈം പാസും യൂസിങ് വർക്ക് ആൾക്കും അതിൻ്റെ വേദന മനസ്സിലാവത്തില്ല. ഈ പറഞ്ഞാൽ ചിലപ്പോൾ കളിയാക്കി ചിരിക്കും, അങ്ങനെ ഇങ്ങനെ വാട്ടെവർ ചിരിച്ചോട്ടെ. പക്ഷെ ഞാൻ എൻ്റെ കാര്യം തുറന്നു പറഞ്ഞേക്കും. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് എന്തായാലും അടിപൊളി ലൈവൊക്കെ തിരിച്ചു വരുന്നേക്കും. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് ഗൈസ്. ലവ് യു ഓൾ.
ബൈ, ടേക്ക് കെയർ.